തീപിടിച്ചു. അറ്റകുറ്റപ്പണി നടക്കുന്ന കപ്പലിലാണ് തീപിടുത്തമുണ്ടായത്. സ്വകാര്യ യാർഡിലെ അറ്റകുറ്റപ്പണിക്കിടെയാണ് തീപിടുത്തം ഉണ്ടായത്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ഇപ്പോൾ കപ്പലിന് തീപിടിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ രാവിലെ തന്നെ വരുന്നത്. അറ്റകുറ്റപ്പണിക്കിടെയുണ്ടായ തീപിടുത്തം വലിയ രീതിയിലാണോ ഉള്ളത്? സ്മൃതി, വൈപ്പിൻ കാളമുക്കിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ യാർഡിൽ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുവന്ന കപ്പലിനാണ് പുലർച്ചയോടുകൂടി തീ പിടിച്ചത്. ഇടത്തരം കപ്പലാണ്, പക്ഷേ വലിയ തോതിൽ തീ പടർന്നു പിടിച്ചു. എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ അറ്റകുറ്റപ്പണികൾക്കിടെ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. വലിയ തോതിൽ തീ പടർന്നു പിടിച്ചു. വിവിധ യൂണിറ്റുകളിൽ നിന്ന് ഫയർ വാഹനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഗാന്ധിനഗർ സ്റ്റേഷനിൽ നിന്നും ഫോർട്ട് കൊച്ചിയിൽ നിന്നും അടക്കമുള്ള ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുലർച്ചയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. പിന്നീട് ആളിപ്പടരുന്നു. അതിനൊരു പ്രതിസന്ധി ഉള്ളത്, അതായത് ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി നിന്ന് തീ അണയ്ക്കുക എന്നത് അസാധ്യമാണ്. കാരണം മറുഭാഗത്തേക്ക് വെള്ളത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് ഡിങ്കിയിലോ ബോട്ടിലോ മറ്റോ സഞ്ചരിച്ച് മാത്രമാണ് അവിടെ എന്തെങ്കിലും ഇടപെടൽ നടത്താൻ കഴിയുക. മറുഭാഗത്തു നിന്നാണ് ഇപ്പോൾ സജീവമായി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത്. അതിനിടെയുള്ള വെല്ലുവിളിയാണ്. യാർഡിന്റെ മറുഭാഗത്തേക്ക് പോകാൻ കഴിയില്ല. ഒരു ഭാഗത്തെ സ്ഥലത്ത് നിന്നുകൊണ്ട് മാത്രമാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുക. അതിനുവേണ്ടിയുള്ള സജീവമായ ശ്രമം തുടരുകയാണ്. ഇപ്പോഴും അത് സമ്പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. കൂടുതൽ യൂണിറ്റുകളെ സ്ഥലത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഫയർഫോഴ്സ് ഇപ്പോൾ അറിയിക്കുന്നത്. ഒപ്പം ഈ യാർഡിൽ മറ്റ് അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ച മറ്റ് വെസലുകളുണ്ട്. അതുകൂടാതെ യാർഡിലെ മറ്റ് ഉപകരണങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ അതിലേക്കും മറ്റും തീ പടരാതിരിക്കാനും ഒക്കെയുള്ള സജീവ ശ്രമമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പുലർച്ചയോട് തീ പിടിച്ചു. പിന്നാലെ തന്നെ ഫയറിൽ ഇൻറ്റിമേഷൻ ലഭിച്ചവർ വളരെ അടുത്ത് തന്നെയാണ്, അതായത് തൊട്ടടുത്തുള്ള ഫയർ സ്റ്റേഷനുകളിൽ നിന്നൊക്കെ യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് എത്തി ഇപ്പോൾ ഈ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പല ചെറുകിട ഇടത്തരം വെസലുകളുമൊക്കെ അറ്റകുറ്റപ്പണികൾക്കും അങ്ങനെ മറ്റ് പല പ്രവർത്തികൾക്കുമായി സ്ഥിരമായി എത്തിക്കുന്ന സ്വകാര്യ യാർഡാണ്. ഈ സ്വകാര്യ യാർഡിൽ ഇപ്പോൾ ഈ ഒരൊറ്റ കപ്പൽ മാത്രമാണ് ഉണ്ടായത്, അങ്ങനെയല്ലല്ലോ, വേറെയും കപ്പലുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്തടുത്താണ്. അപ്പോൾ ആ തീപിടുത്തം, തീ പടരുകൾ അങ്ങനത്തെയുള്ള ആശങ്കയുണ്ടോ? സ്മൃതി, മറ്റ് വെസലുകളുണ്ട്. അതിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് ആദ്യം നടത്തിയത് എന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. പക്ഷേ കൂടുതൽ തീ പടർന്നു പിടിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് വെസലുകളിലേക്ക് പടർന്നാൽ അത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടിലേക്ക് പോകും. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള സജീവ ശ്രമം തുടരുന്നു എന്നാണ് ഫയർഫോഴ്സ് ഇപ്പോൾ അറിയിക്കുന്നത്. കൊച്ചിയിൽ നടന്നിരിക്കുന്ന ഒരു തീപിടുത്തത്തിന്റെ വാർത്തയാണ്. കപ്പലിന് തീപിടിച്ചിരിക്കുന്നത്. സ്വകാര്യ യാർഡിൽ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുവന്ന കപ്പലിനാണ് തീപിടിച്ചിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അറ്റകുറ്റപ്പണിക്കിടെ തന്നെയാണ് തീപിടുത്തമുണ്ടായത്. ഇപ്പോൾ ദൗത്യ സംഘം അവിടെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കപ്പലിന് തീപിടിച്ച സ്വകാര്യ യാർഡിൽ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുവന്ന കപ്പലിനാണ് തീപിടിച്ചിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ അടുത്തടുത്തായി മറ്റ് യാർഡുകളുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സജോ ദേവസ്യ വിവരങ്ങളും. സജോ, ഇപ്പോൾ അറ്റകുറ്റപ്പണിക്കിടെ തീപിടുത്തമുണ്ടായതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ തീപിടുത്തമുണ്ടായി എന്ന് അറിയാനാകുന്നുണ്ടോ? തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം പുരോഗമിക്കുന്നു? സ്മൃതി, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതായത് ആ കപ്പൽ, തീ പിടിച്ച കപ്പലാണ് കിടക്കുന്നത്. അതിന്റെ മറ്റ് വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. പുലർച്ചയോടുകൂടിയാണ് തീ പിടിച്ചത്. ഇപ്പോഴും നമുക്ക് കാണാം കാര്യമായി തന്നെ തീ ഉയരുന്നത് കാണാം. അതായത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ നേരെ എതിർഭാഗത്തുള്ള ഷിപ്പ്യാർഡാണ്. അത് സ്വകാര്യ ഷിപ്പ്യാർഡാണ്. ചെറിയ വെസലുകളാണ്, അതായത് ഇടത്തരം വെസലുകൾ, ചെറിയ വെസലുകൾ, വിദേശത്തു നിന്നും മറ്റും അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നായി എത്തുന്ന ചെറിയ വെസലുകളാണ്. അത് ചരക്ക് വെസലുകൾ, ചെറിയ വെസലുകൾ, ചരക്ക് നീക്കത്തിനും മറ്റും അല്ലാതെയും ഉപയോഗിക്കുന്ന ചെറിയ വെസലുകളാണ്. ആ വെസലിന്റെ തീപിടുത്തമാണ് ഇപ്പോൾ നിൽക്കുന്നതിന്റെ ഒരു ഭാഗത്ത് എന്നത് ഇവിടെ കപ്പൽ ചാലാണ്. ആ കപ്പൽ ചാലിന്റെ ഭാഗത്തേക്ക് ഇറങ്ങി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് കടക്കാനായിട്ടില്ല. കാരണം അതിനുവേണ്ടി പ്രത്യേക സംവിധാനങ്ങൾ, ബോട്ടുകളോ ഡിങ്കികളോ മറ്റോ എത്തിച്ച് അതിൽ കൂടി നടക്കണം. അതിന് പകരം മറുഭാഗത്ത് ഇപ്പോൾ ഫയർ യൂണിറ്റുകളുണ്ട്. ആ ഫയർ യൂണിറ്റുകൾ ഉപയോഗിച്ചാണ് ഈ വെസലിലെ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്ക് കാണാം കാര്യമായി തന്നെ പുകയുരുന്നുണ്ട്. ആ മേഖലയാകെ, അതായത് ആ സ്വകാര്യ യാർഡ് ആകെ തീ പടർന്നിട്ടുണ്ട്. അതിൽ പുകപടലങ്ങൾ വല്ലാതെ പടർന്നിട്ടുണ്ട്. തീ പക്ഷേ ഈ വെസലിന് പുറത്തേക്ക് പടർന്നിട്ടില്ല. പക്ഷേ വല്ലാതെ പുകപടലങ്ങൾ അവിടെ പടർന്നു. ആ മേഖലയിലേക്ക്, അതായത് അങ്ങോട്ടേക്ക്, ഞാൻ നിൽക്കുന്നത് ഗോശ്രീയിലെ രണ്ടാമത്തെ പാലമാണ്. ആ പാലത്തിന്റെ കടന്ന് അതുവഴി എത്തുക എന്നത്, അങ്ങോട്ടേക്ക് യാർഡിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പറ്റില്ല. പക്ഷേ അങ്ങോട്ടേക്ക് ഈ ഫയർ യൂണിറ്റുകൾ ഇത് അറിഞ്ഞതിന് ശേഷം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഈ പ്രവൃത്തി നടക്കുകയാണ്. പക്ഷേ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് യഥാർത്ഥത്തിൽ ഈ കപ്പൽ ചാലാണ്. ആ ഭാഗത്ത് നിന്ന് തീ നിയന്ത്രണ വിധേയമാക്കാൻ
അണക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ ആരംഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി വളരെ എളുപ്പം കഴിയുന്ന ഒന്നല്ല. എനിക്ക് തോന്നുന്നു കോസ്റ്റ് ഗാർഡിനടക്കം ഇന്റിമേഷൻ പോയിട്ടുണ്ട്. അപ്പോൾ അത്തരം കോസ്റ്റ് ഗാർഡ് വെസലുകൾ കൂടി വന്ന് ഈ പ്രവൃത്തിയിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന വിലയിരുത്തൽ കൂടി നടക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡ് അല്ലെങ്കിൽ എങ്ങനെ തീ പിടിച്ചു എന്നതിൽ വ്യക്തമായി അറിയാനാകുന്നുണ്ടോ? അവിടെ നിന്നും മറ്റ് ഭാഗങ്ങളിലുള്ള ദൃശ്യങ്ങൾ കൂടി നമുക്കിപ്പോൾ കാണാം. തീ അണയ്ക്കാനുള്ള ശ്രമം ഒരു വശത്ത് നടക്കുന്നുണ്ട്. സ്മൃതി, അതാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? അതിൽ യഥാർത്ഥത്തിൽ പരിശോധന വേണ്ടതാണ്. കാരണം ഇതൊരു അതീവ സുരക്ഷാ മേഖല കൂടിയാണ്. ഇത് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ നേവി, ഷിപ്പ്യാർഡ്, അതുകൂടാതെ സ്വകാര്യ ഷിപ്പ്യാർഡുകൾ, കണ്ടെയ്നർ ടെർമിനൽ എന്ന് തുടങ്ങി അതൊരു അതീവ സുരക്ഷാ മേഖല ഉൾപ്പെടുന്ന പ്രദേശമാണ് യഥാർത്ഥത്തിൽ ഇത് എന്നതുകൂടി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന ഉണ്ടാകും. അതായത് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും സഹായത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ സജീവമായി ഫയർഫോഴ്സ് യൂണിറ്റുകൾ, വിവിധ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു എന്നാണ് ഇപ്പോൾ അധികൃതരിൽ നിന്ന് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു സ്വകാര്യ ഷിപ്പ്യാർഡ് ആയതുകൊണ്ട് തന്നെ ആദ്യം ഫയർ യൂണിറ്റുകൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ, കാരണം മറ്റ് വെസലുകളിലേക്ക് പടർന്നിട്ടില്ല എന്ന് നമുക്ക് ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു ഇടത്തരം വെസലാണ്. അപ്പോൾ ചുറ്റുമുള്ള മറ്റ് വെസലുകളുണ്ട്. അതുകൂടാതെ ഈ പ്രദേശം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു അതീവ സുരക്ഷാ മേഖലയാണ്. അവിടെയാണ് ഇപ്പോഴും വലിയ തോതിൽ പുകപടലങ്ങൾ ഉയരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തീ അങ്ങോട്ടേക്ക് ഫയർ യൂണിറ്റുകൾ കുറേയധികം എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം അകത്ത് അല്പം തീ കാണുന്നുണ്ട്. തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ചെറുതായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. പുക ഉയരുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. പക്ഷേ അതാ അകത്ത് തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാണാനാകുന്നത്. സജോ, പറഞ്ഞോളൂ. സ്മൃതി, ഏതായാലും ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആളുകൾക്കോ മറ്റോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. തൊഴിലാളികൾക്കോ അങ്ങനെ സാധാരണഗതിയിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആളുകൾക്കോ തൊഴിലാളികൾക്കോ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല. ബോട്ടുകൾ അടുത്തേക്ക് അടുപ്പിച്ച് നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമം കൂടി ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാമെന്ന് ഞാൻ കരുതുന്നു. അകത്ത് വലിയ തോതിൽ തീ ആളിപ്പടരുന്നുണ്ട്. അതാണ് ഈ ഫോമൊക്കെ ഉപയോഗിച്ച് അടുത്ത് നിന്ന് മറ്റേതെങ്കിലും സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുന്നുണ്ടെങ്കിൽ പോലും ഫോം ഉപയോഗിച്ചും കുറെ കൂടി സാധാരണഗതിയിൽ ചെയ്യും പോലെ കുറച്ച് വ്യാപകമായി മറ്റും ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ഒരു ബോട്ട് സമീപത്തേക്ക്, അതായത് ഇതിന്റെ മറുഭാഗത്തേക്ക് ഒരു ബോട്ട് അടുപ്പിക്കുന്നുണ്ട്. ആ ബോട്ടിൽ കൂടി ഉപയോഗിച്ച്, അതായത് വെള്ളത്തിൽ നിന്ന്, കപ്പൽ ചാലിലെ വെള്ളത്തിൽ നിന്നുകൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനുവേണ്ടിയുള്ള സജീവ ശ്രമം ഇപ്പോൾ മറുഭാഗത്തേക്ക് ഒരു ബോട്ട് കൂടി അടുപ്പിച്ച് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ നമുക്ക് അതിനുള്ളിൽ, അതായത് ഈ വെസലിനകത്ത് സജോ, ഇപ്പോൾ തൊട്ടടുത്ത് ചെറിയ ബോട്ടുകളൊക്കെ അടുത്തടുത്തായി കിടക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ തീ അവിടെ അകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അണയ്ക്കാൻ പറ്റിയിട്ടില്ല. സ്മൃതി, അതേ ദൃശ്യങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാം. തീ ആളിപ്പടരുന്നുണ്ട്. അകത്ത് പുകപടലം നന്നായി ഉണ്ട്. മറ്റൊരു ബോട്ട്, അതായത് ഈ സമീപത്ത് ബോട്ടുകളും ഈ പ്രവർത്തികൾക്ക് വേണ്ടിയുള്ള അറ്റകുറ്റപ്പണികൾക്കും മറ്റും സഹായത്തിന് ഉപയോഗിക്കുന്ന ചെറു ബോട്ടുകളുണ്ട്. അതിലൊരു ബോട്ട് ഇപ്പോൾ ഈ കപ്പലിനോട് അടുപ്പിച്ചിട്ടുണ്ട്. അതായത് അതുവഴി ഏതെങ്കിലും രൂപത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഫയർ ഫൈറ്റിംഗ് പ്രവർത്തനങ്ങൾ അതിലൂടെ അത് ഉപയോഗിച്ച് ആ ബോട്ട് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുമോ എന്നൊരു സാധ്യതയാണ് ഇപ്പോൾ തേടുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാമെന്ന് കരുതുന്നു. ഒരു ചെറു ബോട്ട് അടുപ്പിച്ച് അതിലേക്ക് ഇപ്പോൾ അടുപ്പിച്ച് ഇവിടെ നിന്ന് ഫയർ ഫൈറ്റിംഗ് സാധ്യമാകുമോ എന്ന ശ്രമത്തിന്റെ ഭാഗമായാണ്. ഏതായാലും ഇപ്പോഴും തീ അതിൽ ആളിപ്പടരുന്നുണ്ട്. ഒരു ഭാഗത്ത് ഫയർ ഫൈറ്റിംഗ്, അതായത് ഫയർ റെസ്ക്യൂ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗാന്ധിനഗറിൽ നടക്കമുള്ള ഫയർ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സജീവമായി ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവഴിയുള്ള മറ്റ് ബോട്ടുകളും മറ്റും സഞ്ചരിക്കുന്ന ഒരു ഭാഗം ജെട്ടി, തൊട്ടപ്പുറത്ത് ഒരു ജെട്ടിയുണ്ട്. ആ ജെട്ടിയോട് ചേർന്നാണ് യഥാർത്ഥത്തിൽ ഈ യാർഡ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുവഴി മറ്റു ബോട്ടുകളും ഉണ്ട്. അപ്പോൾ ഒരു ബോട്ട് അടുപ്പിച്ചുള്ള തീ അണയ്ക്കാനുള്ള ശ്രമം പരിശോധിക്കാനുള്ള ഒരു ശ്രമം ഇതിനിടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും, അതായത് വലിയ തോതിലുള്ള തീ അതിനുള്ളിൽ ആളിപ്പടരുന്നുണ്ട്. ഇപ്പോഴും പുക അടങ്ങിയിട്ടില്ല, തീ അടങ്ങിയിട്ടില്ല. തീ അതിനുള്ളിൽ ആളിപ്പടരുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. പക്ഷേ മറ്റ് വെസലുകളിലേക്കോ മറ്റെന്തിലേക്കുമോ അത് പടർന്നിട്ടില്ല. ആളുകൾക്ക് എന്തെങ്കിലും അപായമോ മറ്റു ബുദ്ധിമുട്ടുകളോ ഇല്ല. ആ കാര്യത്തിലെല്ലാം ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. ആ കാര്യത്തിലെ ആശങ്ക ഒഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വസൽ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സജീവമായി പുരോഗമിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മറുവശത്ത് നടക്കുന്നുണ്ട്. നേരെ എതിർഭാഗത്ത് നമുക്ക് ഈ വെള്ളം കാണുന്ന പ്രദേശം ഒരു ചാലാണ്, കപ്പൽ ചാലാണ്. ആ ഭാഗത്തു നിന്നുള്ള ഫൈറ്റിംഗിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. തീ അണയ്ക്കാനുള്ള സജീവ ശ്രമം തുടരുന്നു. ശരി, തീ വേഗം അണയ്ക്കാൻ കഴിയട്ടെ. സ്വകാര്യ യാർഡിൽ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുവന്ന കപ്പലിലാണ് തീ പിടിച്ചിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ
തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സജോ ദേവസ്യ നൽകിയിരിക്കുന്നത്. വീണ്ടും നിയമസഭാ സമ്മേളന വാർത്തയിലേക്ക്